ഒരു ഭാഗത്ത് UDF-ന് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയായി ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം നിൽക്കുമ്പോൾ PT കുഞ്ഞുമുഹമ്മദുമായി ബന്ധപ്പെട്ട് IFFA സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരാതി കൂടി ഉയർന്നു വരുന്നത് നമുക്ക് അറിയാവുന്നതാണ്. അതായത് IFFA സ്ക്രീനിങ്ങിനിടയിൽ ഒരു യുവതിയോട് CPM നേതാവും സംവിധായകനുമായ കുഞ്ഞുമുഹമ്മദ് മോശമായി പെരുമാറിയെന്നത് സംബന്ധിച്ചുള്ള ഒരു പരാതി മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പോലീസിനും ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ യുവതിയുടെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം CCTV ഫുട്ടേജുകൾ ഉൾപ്പെടെ പരിശോധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിസ്ന സുരേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും ചേരുകയാണ്. ദിസ്ന, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം ഒരു ഭാഗത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണല്ലോ ഇപ്പോൾ ഈ CPM നേതാവും MLA-യ്ക്കും എതിരെ സമാനമായ രീതിയിൽ മറ്റൊരു ലൈംഗിക ആരോപണം ഉണ്ടാകുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് യുവതിയുടെ മൊഴി ഇന്ന് പോലീസ് എടുക്കും. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ നിരന്തരമായി പെൺകുട്ടികൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. അതിന് മറ്റൊരു സൂചന എന്ന് പറയുന്നത് ഈ ഡിസംബർ 13 നടക്കുന്ന IFFKയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി ഒരു സ്ക്രീനിംഗ് ഉണ്ടായിരുന്നു. ഈ സ്ക്രീനിങ്ങിനിടെയാണ് ഇടത് സഹയാത്രികനും മുൻ MLA-യുമായ ഈ സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദ് തനിക്കെതിരെ ഇത്തരത്തിൽ ലൈംഗികമായി അല്ലെങ്കിൽ തന്നെ ഉപദ്രവിക്കുന്ന രീതിയിൽ പെരുമാറി എന്ന രീതിയിൽ ഒരു പെൺകുട്ടി കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുന്നത് എന്ന് തന്നെയാണ്. ഈ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യ ഹോട്ടലിൽ എത്തുകയും ആ സ്ക്രീനിങ്ങിനിടെ തന്നോട് മോശമായി പെരുമാറി എന്നതാണ് ആ യുവതി യുവതി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കൂടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ മാനസികമായി ഈ പെരുമാറ്റം ആ കുട്ടിയെ ബാധിച്ചിരുന്നു അല്ലെങ്കിൽ ആ പരാതിക്കാരിയെ ബാധിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ നൽകിയിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല. ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണ സംഘം ഇപ്പോൾ ഈ സ്വകാര്യ ഹോട്ടലുകളിൽ, അതായത് സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിലെത്തുകയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയും ശേഖരിക്കുകയും ചെയ്തു. അതൊക്കെ തന്നെയും തെളിവായി അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട് എന്നത് തന്നെയാണ് ഗൗതം ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ PT കുഞ്ഞുമുഹമ്മദിന്റെ ഒരു പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ ഇത്തരത്തിലൊരു പെരുമാറ്റം തൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തോന്നിയെങ്കിൽ ആ കുട്ടിയോട് മാപ്പ് പറയാൻ, നിരുപാധികം മാപ്പ് പറയാൻ താൻ തയ്യാറാണ് എന്ന് ന്യായീകരിച്ചുകൊണ്ട് ആ പ്രതികരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് PT കുഞ്ഞുമുഹമ്മദിൻ്റെയും മൊഴി രേഖപ്പെടുത്തും. ഈ പെൺകുട്ടിയുടെ രഹസ്യ മൊഴി ഇന്ന് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിൽ സിനിമാ സ്ക്രീനിങ്ങിനിടെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരിപാടിയുടെ ഭാഗമായി നടന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ മോശമായി തനിക്കൊരു പെരുമാറ്റം ഉണ്ടായത് എന്ന് നൽകിക്കൊണ്ട് ഈ പരാതിക്കാരി ഒരു പരാതി നൽകുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സ്ത്രീകൾ എവിടെയാണ് സുരക്ഷിതർ എന്നൊരു ചോദ്യം കൂടി ഈ സമയത്ത് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് ഗൗതം. എന്തായാലും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രതികരണവും വന്നിട്ടില്ല എന്നത് തന്നെയാണ്. അവർ പറയാൻ പോകുന്നത് മുൻ MLA ആയിരുന്നു എന്നതായിരിക്കാം എന്നത് തന്നെയാണ് ഗൗതം ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നത് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഗൗതം. ഓക്കെ, CPM നേതാവും സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെയും ലൈംഗിക ആരോപണം വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് യുവതി പരാതി നൽകിയിരുന്നു. ഇന്നൊരു പക്ഷേ യുവതിയുടെ മൊഴി പോലീസ് എടുക്കും എന്നാണ് ദിസ്ന സുരേഷ് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.